Hello everyone, welcome back to Xylem Learning. It's me Jamshad. Describe the picture എന്ന് പറയുന്നത് ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ധാരാളം വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ചോദിച്ച 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇതാ ഇവിടെ കിടക്കുന്നത്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഈ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. യെസ്, ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൻ ബിലോ ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ ആർട്ടിക്കിൾ. ടോയ്സ് ടു ടീൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചല്ലോ. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് വിശദീകരിക്കുക. അത് അങ്ങനെ ചിത്രങ്ങൾ കൊടുത്തിട്ട് വിശദീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് ചെയ്യും എന്ന് ധാരാളം ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ചാപ്റ്ററിൽ മാത്രമായിരിക്കില്ല, ചാപ്റ്ററിൽ ഇല്ലാത്ത ഏതെങ്കിലും ചിത്രങ്ങൾ വന്നിട്ടും നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യണം, ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് ചിത്രം ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നോക്കിക്കോ, ഫസ്റ്റ് തന്നെ ആദ്യം നന്നായിട്ട് ചിത്രം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. അതിൽ ആരാണ് ആ ചിത്രത്തിലുള്ളത്? ചിലപ്പോൾ ആൾക്കാരുണ്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാർ ആരാന്ന് ശ്രദ്ധിക്കുക. ആൻഡ് അവരെന്താണ് ചെയ്യുന്നത് അല്ലേ, വാട്ട് ദേ ആർ വെയറിങ്, അവരെന്ത് ഡ്രസ്സാണ് ധരിക്കുന്നത്. ആൻഡ് വാട്ട് ഒബ്ജക്ട്സ് യു ക്യാൻ സീ, അവിടെ എന്തൊക്കെ വസ്തുക്കളാണ്, ചിലപ്പോൾ വസ്തുക്കളായിരിക്കും അല്ലേ, അതിൽ ചിലപ്പോൾ ആൾക്കാരുണ്ടായിക്കൊള്ളുന്നില്ല, ആൾക്കാരുണ്ടെങ്കിൽ അവരെന്താണ് ധരിച്ചിട്ടുള്ളത്. ചിലപ്പോൾ 2-ലധികം ആൾക്കാരുണ്ടായിരിക്കും, കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പം അതിൽ എത്ര ആൾക്കാരുണ്ട്, അത് തന്നെ പിന്നെ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പിക്ചർ ഡിസ്ക്രൈബിംഗ് ആണ്. യെസ്, ക്യാരക്ടർ സ്കെച്ച് എഴുതാനല്ല കേട്ടോ പറഞ്ഞത്. ആദ്യത്തെ 1-2 സെന്റൻസ് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് എഴുതുകയാണ് അബൌട്ട് ദ പീപ്പിൾ. ഓക്കെ, അതിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് എഴുതുക. ഡിസ്ക്രൈബിംഗ് ദ അപ്പിയറൻസ്, അവരുടെ ലുക്ക് എങ്ങനെയാണ്, അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഐഡന്റിറ്റി, എങ്ങനെയുള്ള ആൾക്കാരാണ്, അവരുടെ റോൾ എന്താണ്, അവരെന്താണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കുക. ഡയറക്റ്റ് തന്നെ അയാളുടെ പേര് ഇന്നതാണ്, ഇന്ന ക്യാരക്ടറാണ്, ഇന്ന ചാപ്റ്റർ ആണെന്ന് പറയേണ്ടത്. അത് ലാസ്റ്റേക്ക് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് പിന്നെ രണ്ടാമത്തെ 1-2 സെന്റൻസിൽ അബൌട്ട് ദ ആക്ഷൻസ് വാട്ട് ഈസ് ഹാപ്പനിങ്, അവർ ചെയ്യുന്ന എന്തെങ്കിലും ആക്ഷൻസ്, എന്തോ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പറ്റി നമുക്ക് എന്താക്കാം, വിശദീകരിക്കാവുന്നതാണ്. അതിനുശേഷം connect it to the lesson story, add one line linking into the chapter. അല്ലേ, നമ്മൾ ആ ചാപ്റ്ററുമായിട്ട്, ഇത് ഏതോ ഒരു ചാപ്റ്ററിലുള്ള ആളാണല്ലോ, ഈ ചാപ്റ്ററിലുള്ള ആളാണ് ഇത്, ഇദ്ദേഹത്തിന്റെ പേര് ഇതാണ്, ഇയാൾ ഇന്ന കാര്യം ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത്, ഈ ചാപ്റ്ററിൽ ഇദ്ദേഹത്തെ പറ്റി ഇന്നൊക്കെ പറയുന്നുണ്ട് വിശദീകരിച്ചത്. മറ്റും 5 മാർക്കിനാണ്. ആൻഡ് കീപ് സെന്റൻസ് ഷോർട്ട് ആൻഡ് ക്ലിയർ. ചെറിയ സെന്റൻസ് ആക്കിയില്ല. വലിയ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നത് പോലെ വലുതാക്കിയിട്ടോ സ്പീച്ച് എഴുതുന്ന പോലെ എസ് എഴുതുന്ന പോലെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ആൻഡ് അവോയ്ഡ് ബിഗ് ഓർ കോംപ്ലക്സ് സെന്റൻസുകളൊക്കെ ഒഴിവാക്കുക, വലുതാക്കി എഴുതുന്നത് ഒഴിവാക്കുക. സിമ്പിൾ വേർഡിൽ വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് എഴുതി കൊടുക്കുക. പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു, അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിത്രത്തിൽ, ഡ്രിങ്കിങ് ടീ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം അല്ലെ. എക്സാമ്പിൾ ആണ്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആർ യൂഷ്വലി റിട്ടൺ ഇൻ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ല. ഓക്കെ, അവസാനം എൻഡ് വിത്ത് an ഐഡിയ ഓഫ് മെസ്സേജ്. എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട് അല്ലേ, അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് ഇന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ കൊടുക്കാം അല്ലെ. റൈറ്റ് വൺ ലൈൻ ദാറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സീൻ, ഈ ഒരു സീനിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ അല്ലേ, അത് അവിടെ എഴുതി കൊടുക്കുക എന്നുള്ളതോട് കൂടിയിട്ട് നിങ്ങളുടെ ഈ ഒരു പിക്ചർ ഡിസ്ക്രൈബിംഗ് ക്വസ്റ്റ്യൻ സെറ്റ് ആയിരിക്കുന്നു. ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ അല്ലേ. This picture shows a young girl happily playing with a monster high doll കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. The doll looks stylish and attractive with special features. ഒരു കുട്ടി മോൺസ്റ്റർ ഹൈഡോളിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. ഏത് കുട്ടി, എങ്ങനെ കുട്ടി എന്നൊന്നും പറഞ്ഞില്ലേ. ഓക്കെ, ആൻഡ് ഡോൾ ഭയങ്കര സ്റ്റൈലിഷ് ആണ് അല്ലെ. ഇതിന്റെ ഡ്രസ്സിനെ പറ്റി പറയാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ലൈക്ക് വിങ്സ്, അതിന് കുറെ വിങ്സ് ഒക്കെ ഉണ്ട് അല്ലെ. ചിറകുകളൊക്കെ സാധാരണ ഉണ്ടാവണാണോ? അല്ല അല്ലെ. ആൻഡ് ഫാഷനബിൾ ഡ്രസ്സാണ്, സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി അടിപൊളി ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഈ കൊമ്പിനൊക്കെ പറ്റിയൊക്കെ നമുക്ക് പറയാം അല്ലെ, കിരീടത്തെ പറ്റിയൊക്കെ പറയാം. This show how advertisements and media influence children to like and buy such toys. നമ്മുടെ ചാപ്റ്റർ റിലേറ്റഡ് ആണ്, ടോയ്സ് ടു ടീൻ ചാപ്റ്റർ റിലേറ്റഡ് ആണ്. അഡ്വർടൈസ്മെന്റ് എങ്ങനെ കുട്ടികളെ ഈ പറയുന്ന ടോയ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ഗ്രേസ് ഇൻ ദ ചാപ്റ്റർ, നമ്മുടെ ചാപ്റ്ററിൽ ആരുണ്ട്? ഗ്രേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട് ടോയ്സ് ടു ടീനിൽ. ചിൽഡ്രൻ അവരെ പോലെ എന്താക്കുന്നുണ്ട്, പരസ്യം കണ്ടിട്ട് ടോയ്സ് വാങ്ങാൻ പോകുന്നു. ചിൽഡ്രൻ അട്രാക്റ്റഡ് ടു ദീസ് ഡോൾസ് ആഫ്റ്റർ സീയിങ് ദം ഇൻ വീഡിയോസ്, അവർ വീഡിയോസ് കണ്ടിട്ടാണ് ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്, ഗെയിംസ് കണ്ടിട്ടാണ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കണ്ടിട്ടാണ് അവരിങ്ങനെ അട്രാക്റ്റഡ് ആവുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ ഇതുപോലെ നിങ്ങൾ
നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് ഡിസ്കോഴ്സ് ആണ് വീഡിയോ വേണ്ടതെന്നുള്ളത് കമന്റ് ബോക്സ് അറിയിക്കുക. മാത്രമല്ല നമ്മൾ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. ലൈവ് ക്ലാസ്സിലൊക്കെ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ഗ്രാമർ ടോപ്പിക്സും ഡിസ്കോഴ്സുകളും ഒക്കെ സെറ്റാക്കണം, ചാപ്റ്റേഴ്സ് സെറ്റാക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങളുടെ 9th ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്. യു കൻ കോൾ മീ JD. Bye bye. Thank you. Love you all.